ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് ഇന്ന് ലഞ്ച്. നമ്മളെല്ലാവരും ഒരു ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ഈ ഒരു തിബ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നാട്ടിൽ പോയി വന്നിട്ട് ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരോ ദിവസം വീക്കെൻഡ് ഓരോരോ പ്ലാനും പിന്നെ മദ്രസയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് ഉച്ചക്ക് തന്നെ വന്നിട്ട് കഴിക്കാൻ ടൈം കിട്ടിയില്ല. ഇന്നത്തെ ദിവസം ലീവായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിബ്സ് അനീത വാങ്ങിക്കൽ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ എന്നാലും അത് തന്നെയാണ് ഇന്നും ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഈ ഒരു തിബ റെസ്റ്റോറൻറ്റ് വരുന്നത് ദേര സിറ്റി സെൻറ്ററിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്തെത്തിയോണ്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ദേര സിറ്റി സെൻറ്ററിലേക്ക് പോയിട്ടാണുള്ളത്. ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ പോകാൻ കാരണം ഞാൻ മുന്നേ ഒരു വീഡിയോ നാട്ടിൽ പോയപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ട് കിച്ചൺ ഓർഗനൈസിങ് ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അതിലുള്ള ഒരു കണ്ടെയ്നറിനെ കുറിച്ച് എപ്പോൾ എല്ലാവരും കമൻ്റായിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ നമ്മളെടുത്തിട്ടുണ്ടായത് ദേര സിറ്റി സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അതുണ്ടെങ്കിൽ എടുക്കുക വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് ഹോം സെൻറ്ററിലേക്ക്. പക്ഷെ അവിടെ പോയിട്ട് ആ ഒരു സാധനം ഇല്ല കേട്ടോ. അത് മൊത്തം എന്താ പറയുക, അവർ സ്റ്റോക്കില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഐറ്റം അവിടെ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്കും കാണുന്നവർക്കെല്ലാം യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ സാധനം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഹോം സെൻറ്ററിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ബാക്കി കാരിഫോറിൽ പോകാനുണ്ടായിന്. അപ്പോൾ അവിടെ നിന്നും അതൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയി. പിന്നെ ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യങ്ങളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിനി. അപ്പോഴാണ് ഇതൊരു കൊറിയർ വന്നിട്ടുണ്ടായത്. ഞാനിതാ ട്രെൻഡി ഉള്ള 2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിനി. ഇതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായി എപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട്. കിച്ചണിലേക്കുള്ള കുറച്ച് കണ്ടെയ്നേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പം ട്രെൻഡിയോളിൽ ഇങ്ങനത്തെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടായിനി. അപ്പം കണ്ടിട്ട് കുഴപ്പമില്ല എന്നുള്ള തോന്നിയ 2 ഐറ്റംസ് എടുത്ത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കലാണ്. ഒരുപാട് കണ്ടെയ്നേഴ്സിൻ്റെ കുറവുണ്ടായിരുന്നു കിച്ചണിൽ, കാരണം ഒരുപാടൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ തന്നെ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഓരോരു ബോക്സിലാക്കിയിട്ട് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഐറ്റംസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതാ ഒന്ന് ഓപ്പൺ ആക്കലാണ്. 2 രീതിയിലുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ആദ്യത്തേനേക്കാൾ ഇഷ്ടമായത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഒതുക്കൊക്കെ ഉണ്ടാവില്ലേ ഷെൽഫിൽ വെക്കുന്ന സമയത്ത്. പിന്നെ ഞാനിത് കുറച്ചും കൂടി വലിയൊരു സൈസാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത് അത്ര ഉണ്ടായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്, അങ്ങനെ ഒരുപാട് റേറ്റൊന്നുമില്ല. അപ്പം ക്വാളിറ്റിയും എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ട്രെൻഡിയുള്ള. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഷ്ടമുള്ള 2 ഡിസൈൻ അങ്ങനെ ചൂസ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് വേണം ഇതിലുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീനായി കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് സെറ്റായല്ലേ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം പെട്ടെന്ന് എടുത്തത്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ ഇങ്ങനെ കാണുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ലിഡായാലും ഈ ഒരു കണ്ടെയ്നറിൻ്റെ സൈഡൊക്കെ ആയാലും പൊട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് പിന്നെ കയ്യിൽ കിട്ടുന്നവരെ എന്തായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒന്നല്ല, അതുകൊണ്ട് ഇത് എത്രത്തോളം നിൽക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ തീരുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിനി. പിന്നെ ചായയിൽ ഉണ്ടാക്കലാണ്. പിന്നെ കാര്യമായിട്ട് ലോങ് വീഡിയോസൊന്നും ആ ഒരു ദിവസം എടുത്തിട്ടില്ല കേട്ടോ. ഇതന്നെ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിനി. അപ്പം ആ ഒരു ദിവസം എടുത്തൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അത് ജസ്റ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തതേ ഉള്ളൂ. പിന്നെ രാത്രിയൊക്കെ മുട്ടയപ്പവും ചെമ്മീൻ കറിയാണ് ആക്കിയിട്ടുള്ളത്.
ഇതിപ്പോൾ ഇതാ പിറ്റൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം എല്ലാ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. തലേന്നെല്ല് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും തിരക്കാണ് ഇതിലെല്ലാ ഐറ്റംസും ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം ഇങ്ങനത്തെ പണികളൊക്കെ തീർക്കലാണ് കേട്ടോ. ഓരോന്നായിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ കവറിൽ വെച്ചത് എല്ലൊന്നും കണ്ടെയ്നേഴ്സിലേക്കൊന്നും മാറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇതാ എല്ലാം ഒന്ന് ചെയ്യലാണ്. എല്ലാം ഇതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ പത്തൽ പൊടി പുട്ടുപൊടി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇല്ലേ, അതും പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കലാണ്. ഞാൻ ഇതിന് മുന്നേ എല്ലാം ഗ്ലാസിൻ്റെ ജാറിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഹോം സെൻറ്ററിൽ തന്നെ വാങ്ങിയതാണ്. പക്ഷേ വാങ്ങിയത് കുറച്ച് ഹെവി ആയിപ്പോയി. അപ്പോൾ എപ്പോൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വെയിറ്റും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലവും വേണ്ടി വരുന്നു ഇത് ഷെൽഫിൽ വെക്കും. അപ്പം ചെറിയ കിച്ചണിലാകുന്ന സമയത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും വെക്കാൻ പറ്റുന്നില്ല, ഒരുപാട് സ്ഥലം എടുക്കുന്നു. പിന്നെ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക, മേലെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് പൊട്ടിപ്പോവും. അതും ഇത് നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ ഒരു ലിഡും ഇതൊക്കെ ഒന്ന് മോശമാവാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് എല്ലാ ഐറ്റംസെല്ലാം ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ഫില്ല് ചെയ്യാനും ഉണ്ട്. ഇന്നിപ്പം കുറച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ കിച്ചണൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തല്ലാണ്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ബാക്കിയുണ്ടായിന്. അപ്പോൾ ഇന്നെല്ലാം ചെയ്ത് കിച്ചണും കൂടി ക്ലീൻ ആക്കലാണ്. പിന്നെ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നതിന്. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഓരോരോ കബോർഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കലാണ്. അങ്ങനത്തെയൊക്കെ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ, കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.